തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് അനധികൃതമായി റേഷൻ കാർഡിൽ പേര് ചേർത്ത പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗവും കോൺഗ്രസ് നേതാവുമായ ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് പത്തനംതിട്ട ജില്ലാ കോടതി. സിപിഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ടി മുരുകേശനാണ് ശ്രീനാദേവിക്ക് വക്കീൽ നോട്ടീസ് അയച്ചത്. ശ്രീനാദേവിയെ തള്ളിയ റേഷൻ കാർഡ് ഉടമയുടെ മക്കൾ രംഗത്ത് വന്നു. റേഷൻ കാർഡ് താലൂക്ക് സപ്ലൈ ഓഫീസർ റദ്ദാക്കി. കൊല്ലം പോരുവഴി സ്വദേശിനിയായ ശ്രീനാദേവി കുഞ്ഞമ്മ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് പള്ളിക്കൽ ഡിവിഷനിൽ മത്സരിക്കുന്നതിനും വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുന്നതിനും രേഖയായി ഹാജരാക്കിയത് റേഷൻ കാർഡായിരുന്നു. ഈ കാർഡിൽ അനധികൃതമായി ശ്രീനാദേവി കുഞ്ഞമ്മ പേര് ചേർത്തുവെന്നാണ് പരാതി. കാർഡുടമയുടെ ഭർത്തൃ സഹോദരിയുടെ മകളെന്ന നിലയിലായിരുന്നു ശ്രീനാദേവി കുഞ്ഞമ്മ കാർഡിൽ ഉൾപ്പെട്ടത്. എന്നാൽ അങ്ങനെ ഒരു ബന്ധുവില്ലെന്ന് മക്കൾ പരാതി നൽകി. ശ്രീനാദേവിക്കെതിരെ നിയമപരമായി മുന്നോട്ടു പോകുമെന്നും കാർഡുടമ യശോദയുടെ മക്കൾ പറഞ്ഞു. ഇവര് റേഷൻ കാർഡിൽ പറഞ്ഞേക്കുന്ന അച്ഛന്റെ പെങ്ങളെ മോള് അങ്ങനെ അല്ല. അങ്ങനെ ഞങ്ങളുടെ ബ്ലഡ് റിലേഷൻ അല്ല. അവര് വ്യാജരേഖ ചമച്ച് ഇതിനകത്ത് കയറിയെന്നുള്ളതിന് ഞങ്ങൾ പോലീസ് പരാതി കൊടുത്തിട്ടുണ്ട്. പോലീസ് അന്വേഷിക്കട്ടെ. അവർ കള്ളരേഖ ചമച്ചു എന്നുള്ളത് നഗ്നമായ സത്യമാണ്. ആ സത്യത്തിനെ മറയ്ക്കാൻ വേണ്ടി അവരിനി ഏതറ്റത്തുമേലെ പോകും. അതിനിടെ സിപിഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ടി മുരുകേശൻ ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്ക് അയച്ച വക്കീൽ നോട്ടീസിൽ പത്തനംതിട്ട ജില്ലാ കോടതി കേസ് രജിസ്റ്റർ ചെയ്തു. രാഷ്ട്രീയ വിരോധം തീർക്കുകയാണ് സിപിഐ എന്നാണ് ശ്രീനാദേവി കുഞ്ഞമ്മയുടെ വാദം. പരാതി സർക്കുലേറ്റ് ചെയ്യുന്നത് 3 പേർ കൊടുത്തൊരു പരാതിയായിട്ട് ആ പരാതിയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും പരിപൂർണമായിട്ടും തെറ്റാണ്. ഇനി ഈ പരാതിക്കാരായിട്ടുള്ള 3 പേർ ഇവരെ എനിക്കറിയാം. അമ്മാവന്റെയും അമ്മാവരുടെയും മക്കളാണിവർ. ഇവരെ സംബന്ധിച്ച് ഈ കൊടുത്തിരിക്കുന്ന പരാതി പൂർണ്ണമായിട്ടും രാഷ്ട്രീയ പ്രേരിതമാണ്. അടൂർ പോലീസിലും ശ്രീനാദേവിക്കെതിരെ പരാതി ലഭിച്ചിട്ടുണ്ട്. 24 പത്തനംതിട്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.